മോർണിംഗ് ഗൈസ്. നമ്മളെ മാളൂസ് വ്ളോഗിൻ്റെ പുതിയൊരു സർപ്രൈസിങ് ന്യൂസ്. നമ്മൾ മാളൂസ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആദ്യ ട്രിപ്പായ ഒരു ഗുരുവായൂർ യാത്രയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. നമുക്ക് വഴി എല്ലാവരും പരിചയപ്പെട്ട് നമുക്ക് അടിപൊളിയായിട്ട് ട്രിപ്പ് വീഡിയോ നമുക്ക് കാണാം. നമുക്കൊന്ന് ഗുരുവായൂർ പോയിട്ട് വരാം. ഓക്കെ ആളുവേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ എല്ലാവരെയും കൂട്ടി ഗുരുവായൂർ പോയി തന്നെ പൂജ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി ഇതേ ഗുരുവായൂരേക്ക് പുറപ്പെട്ടേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല ഉള്ളത്, മമ്മിയും ഷീലാൻ്റിയും അമ്മയുടെ കസിൻസും പിന്നെ ഇച്ചയുടെ കസിൻസും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങിയേക്കാണ്. അപ്പോൾ എല്ലാവരും ഓർക്കും നിങ്ങൾ ഈ അമ്പലത്തിൽ മാത്രമേ പോകുന്നുള്ളൂ, നിങ്ങളുടെ യാത്ര ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഭയങ്കര നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം. അതിനു വേണ്ടിയാട്ടോ നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്താറായപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു കേട്ടോ. എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു, കാരണം അത്രയും ദൂരെ ഇരുന്നല്ലേ അമ്മമ്മയൊക്കെ. അപ്പോൾ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടി. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ ഇതേ സെൽഫിയൊക്കെ എടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ ഇതേ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി റൂമൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊഴാൻ വേണ്ടി, വൈകിട്ടൊന്ന് തൊഴാൻ വേണ്ടി അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഇവിടെ വരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടെ. അങ്ങനെ ഇതിലേക്ക് നടന്ന ഈ കടകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. നമുക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. നല്ല ചുറ്റിനും നമ്മൾ കയറി വരുന്ന എല്ലാ സൈഡിലും കടകളും കാര്യങ്ങളും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം നോക്കി ഞാൻ എല്ലാ കടയിലും കയറി കേട്ടോ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട്, വൈകുന്നേരം വന്നതുകൊണ്ട് നമ്മൾ ആ എല്ലാ കടകളിലും കയറി എല്ലാ സാധനങ്ങളും കണ്ട് ഒക്കെയാണ് നമ്മൾ വന്ന്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അവിടുത്തെ. നമുക്ക് ഒട്ടും ഒരു മടുപ്പ് തോന്നത്തില്ല അതിലെല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്കും. പൂവായാലും അങ്ങനെ വളകളായാലും ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് കണ്ണിന് തന്നെ ഭയങ്കര ഒരു കുളിർമയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമായി ഇവിടെ ഇങ്ങനെ വന്ന് ഇതുപോലെയൊക്കെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് തൊഴാനൊന്നും കയറിയൊന്നുമില്ല. അങ്ങനെ രാവിലെ നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. രാവിലെ വന്നൊന്ന് തൊഴാൻ വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ വന്ന് നമ്മൾ കൃഷ്ണനെ കണ്ടു, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. നമുക്ക് വണ്ടി നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ സാധിച്ചു തന്നു. അപ്പോൾ അത് കൊണ്ട് കാണിക്കാനും അതിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ പിന്നെ ചെയ്യാം എന്നൊക്കെ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഓർത്തു നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നടക്കുകയില്ല ഒരു കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ കൈയോടെ നേരെ ഇങ്ങ് പോന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ പിന്നത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ആഗ്രഹം കൊണ്ട് നമ്മളിതേ ഗുരുവായൂരെത്തി. എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ ദൈവം ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിൻ്റെ അരികെ വന്നപ്പോഴത്തേക്ക് കുറേ ആനയൊക്കെ വന്ന് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേയൊന്നുമില്ല, 2 എണ്ണം. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആനയെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് പേടിയായിരുന്നു. ഞാനങ്ങനെ അടുത്ത് പോകാൻ വേണ്ടി എനിക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കാരണം ആനയല്ലേ കാണാൻ വേണ്ടി ഒരു ആഗ്രഹമല്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു. പിന്നെ ആനയെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേറെ ഇറങ്ങി അപ്പുറത്ത് വന്നു, ആനക്കൊട്ടിലിൽ വന്നു. അങ്ങനെ ആനയെ കണ്ടു. അടുത്ത കാല് വെക്ക്, മറ്റേ കാലം കൂടെ വെക്ക്. അതല്ല അപ്പുറത്തെ കാല് ഇടാ, അപ്പുറത്തെ കാല്, ഇപ്പുറത്തെ കാലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ ആനയൊക്കെ കണ്ട് നമ്മളവിടുന്ന് പോരും കേട്ടോ. നല്ല അനുസരണയുള്ള ആനകളായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നതും വരെ എല്ലാവർക്കും ബൈ.